വിശദമായ വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ തോക്കു ചൂണ്ടി കവർച്ച നടത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിലായി. സ്റ്റീൽ കമ്പനിയിൽ സജിക്കൊപ്പം എത്തിയ വിഷ്ണുവാണ് പിടിയിലായത്. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. എറണാകുളം എസ്.പിക്കാണ് നിലവിൽ അന്വേഷണ ചുമതലയെന്നും അന്വേഷണം നടക്കുന്നുവെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു. നമ്മുടെ കസ്റ്റഡിയിൽ ഒരു 5 പ്രതികളുണ്ട്. കൂടാതെ ഒരു 2 വണ്ടികൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ ഉപയോഗിച്ച വണ്ടികൾ. നമുക്ക് ഇനി പൈസ റിക്കവറി ചെയ്യാനുണ്ട്, ഇനി ആൾക്കാരെ പിടിക്കാനുണ്ട്. അല്ല, ഇപ്പൊ കസ്റ്റഡിയില്ല. നമുക്ക് കസ്റ്റഡിയിലുള്ളത് മൊത്തം 5 പേരുണ്ട്. ഇവരെ കൊണ്ടുവന്ന ഒരു സജി എന്നയാള്, മറ്റൊരു വിഷ്ണു എന്നയാള്, അതോടുകൂടി ഇവരെ ബാക്കി കാര്യങ്ങൾക്ക് സഹായിച്ച ഒരു 3 പേരുണ്ട്. അപ്പൊ 2 പേരുടെ റോള് വളരെ വ്യക്തമായിട്ടുണ്ട്. അവർ പ്രതികളായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. ബാക്കി 3 പേരുണ്ട് നമ്മൾ വെരിഫൈ. ഡയറക്റ്റ് ക്രൈമിലുള്ള പേര് 2 പേര് പിടിയിലായി. പല അടുത്താണ്. ഈ സജി എന്നയാള് ഇവിടെ കൊച്ചിയിൽ തന്നെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തതാണ്. മറ്റൊരു വിഷ്ണു എന്നയാളെ തൃശ്ശൂരിൽ തന്നെ എടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, തോക്കു ചൂണ്ടി കവർച്ച നടത്തിയ കേസിലാണ് ഒരാൾ കൂടി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇനി ആരെല്ലാമാണ് പിടിയിലാകാനുള്ളത്? കൂടുതൽ പ്രതികൾക്കായുള്ള തെരച്ചിലാണോ പോലീസ്? കർത്ത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വൈകിട്ടോടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. കൊച്ചിയിലെ ഒരു സ്റ്റീൽ കേന്ദ്രത്തിൽ നിന്ന് ഇത്തരത്തിൽ തോക്ക് ചൂണ്ടി മുഖംമൂടിയെല്ലാം ധരിച്ചു വന്ന് ഭീഷണിപ്പെടുത്തി പണം കവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. വടുതല സ്വദേശിയായിട്ടുള്ള സജി എന്നയാളെയാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഇന്ന് വീണ്ടും ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ ഈ കസ്റ്റഡിയിലെടുത്ത സജിയെയും അതോടൊപ്പം ഇന്ന് പിടിയിലായ സജിയുടെ സുഹൃത്തായ വിഷ്ണു 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സജി എന്ന് പറയുന്ന ആൾക്ക് ഈ ഒരു കേസുമായി വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ പറയുന്നത്. അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു സുബിൻ എന്ന് പറയുന്ന ഈ സ്റ്റീൽ കമ്പനി ഉടമയായിട്ടുള്ള സുബിൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ 80 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി അറിയുന്ന ആളാണ് സജി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇവരിവിടെ എത്തുന്നത്. അതിനുശേഷം ഈ വിഷ്ണു എന്ന് പറയുന്ന ആൾ ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു, സജിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിഷ്ണുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമെല്ലാം ഉണ്ടായിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് വേറെ 5 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുമുണ്ട്. അവരെല്ലാം തന്നെ ഈ കേസിൽ സഹായികളായി എല്ലാം ഉണ്ടായിരുന്നവരാണ് എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ സജി എന്ന് പറയുന്ന ആളെ സഹായിക്കാനാണ് വിഷ്ണു അവിടെ എത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കാറിലാണ് ഇവിടെ എത്തുകയും ഇത്തരത്തിൽ ചർച്ചയെല്ലാം നടത്തുകയും ശേഷം അവർ തന്നെ ഈ ഒരു പണം കൊണ്ടുപോകുന്ന തോക്കടക്കം ചൂണ്ടി ഭീഷണിപ്പെടുത്തി പണം കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എറണാകുളം ACPക്കാണ് അന്വേഷണ ചുമതല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വാഹനങ്ങൾ ഇന്ന് പിടികൂടുന്ന ഒരു കാര്യവും ഉണ്ടായിട്ടുണ്ട്. 2 വാഹനങ്ങളോളം തൃശ്ശൂരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് മരട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ കഴിയുന്നു. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. കാരണം ഇത്തരത്തിലൊരു കേസ് എന്ന് പറയുന്നത് ഇതുവരെ അല്ലെങ്കിൽ ഉണ്ടായതിൽ വെച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കേസ് തന്നെയാണ്. ഇങ്ങനെ തോക്കൊക്കെ ചൂണ്ടി ഭീഷണിപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാവും എന്ന് തന്നെയാണ് പോലീസ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. കാർത്തു, ശരി. കൊച്ചിയിൽ തോക്കു ചൂണ്ടി കവർച്ച നടത്തിയ കേസിലാണ് ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നത്. സ്റ്റീൽ കമ്പനിയിൽ സജിക്കൊപ്പം എത്തിയ വിഷ്ണുവാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചത്. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.